ഫ്ലിപ്പ് എന്താണ്, അല്ലെ ഫ്ലിപ്പ് ഓപ്പറേറ്റർ ഇൻ ആറിൻ്റെ ഒരു ഫ്ലിപ്പ് നമുക്കറിയാം. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണല്ലോ, രണ്ട് വേരിയബിൾസ്. സോ എങ്ങനെയാണ് ഫ്ലിപ്പ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത്? എ ലീനിയർ ഓപ്പറേറ്റർ ബി ഓൺ Ri that interchanges some pair of numbers of the standard basis and leave the others fixed is called a flip. എന്താ സ്റ്റാൻഡേർഡ് ബേസിസിലെ ഒരു പെയർ ഓഫ് നമ്പേഴ്സിനെ മാത്രം ഫ്ലിപ്പ് ചെയ്യും. n ഡയമെൻഷൻ സ്പേസ് ആണെങ്കിൽ അതിൻ്റെ ഒരു kth ആക്സസിനെയും ഒരു jth ആക്സസിനെയും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യുന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ തുടരുന്നു. ഇതിനെയാണ് ഫ്ലിപ്പ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സാമ്പിൾ നോക്കൂ. ഒരു ഫ്ലിപ്പ് ബി ഫ്ലിപ്പ് ഓൺ R4ലെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇൻ്റർചേഞ്ചസ് E2 ആൻഡ് E3 ഹാസ് ദ ഫോം എങ്ങനെയാണ്? ബി x1 E1 x2 E2 x3 E3 x4 E4 എന്ന് പറയുന്ന ലീനിയർ കോമ്പിനേഷനിൽ എന്ത് മാറ്റമാണ് ഫ്ലിപ്പ് വരുത്തുന്നത് നോക്കൂ. എന്താണ്? x1 E1 അതുപോലെ തുടരുന്നു അല്ലേ. അതേസമയം x3 E2 x3 ആയി, x2ൻ്റെ സ്ഥാനത്ത് x3 ആയി, x2 E3 3ൻ്റെ സ്ഥാനത്ത് 2ഉം 2ൻ്റെ സ്ഥാനത്ത് 3യുമായി. കോഎഫിഷ്യൻസ് അതുപോലെ തന്നെ തുടരുകയാണ്. ദെൻ x4 E4. അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? ബി ഓഫ് x1 x2 x3 x4 എന്ന് പറയുന്നത് x1 x3 x2 x4 2ഉം 3യും തമ്മിൽ ഫ്ലിപ്പ് ചെയ്യും. സോ ഇതുപോലുള്ള ഒരു ഓപ്പറേഷനാണ് ഫ്ലിപ്പ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എങ്ങനെ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? ബി ഇൻ്റർചേഞ്ചസ് 2 കോർഡിനേറ്റ്സ്, ഓൺലി 2 കോർഡിനേറ്റ്സ്. നമ്മുടെ എക്സാമ്പിൾ ഇത് E2 E3യുമാണ് ഇൻ്റർചേഞ്ച് ചെയ്തത്, leaving others unchanged. It can be thought of as interchanging 2 coordinates rather than just 2 basis vectors. രണ്ട് കോർഡിനേറ്റ്സ് ആണ്, രണ്ട് ബേസിസ് വെക്ടേഴ്സ് അല്ല, രണ്ട് കോർഡിനേറ്റ്സ് തന്നെ എന്ത് ചെയ്യാണ്? ഇൻ്റർചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഫ്ലിപ്പ് എന്ന് പറയുന്നത്. സോ ഇത് പ്രൂഫിൽ, ഇത് പ്രൊജക്ഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്ന തിയറത്തിൻ്റെ പ്രൂഫിൽ വി യൂസ് പ്രൊജക്ഷൻസ് P0 എക്സെട്ര Pn in Rn. P0 x is equal to 0 and Pmx എന്ന് പറഞ്ഞാൽ x1 E1 പ്ലസ് എക്സെട്ര xm em ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രൂഫിൽ ഇത് നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ പ്രൊജക്ഷൻസ് Pm is the projection whose range is spanned by E1 E2 എക്സെട്ര em. അപ്പോൾ its null space is spanned by em plus 1 എക്സെട്ര. സോ എന്താ ഒരു പ്രൊജക്ഷൻ്റെ റേഞ്ച് എന്ത് എം വരെയുള്ളത് സ്പാൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ നൾ സ്പേസ് ബാക്കിയുള്ളത് സ്പാൻ ചെയ്തായിരിക്കും. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്, ഫ്ലിപ്പും പ്രൊജക്ഷനുമാണ് പറഞ്ഞത്. സോ എന്തൊക്കെയായിരുന്നു ഇത് എന്ന് തിരിച്ചു പോയി നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ്. രണ്ട് കാര്യങ്ങളെ, രണ്ട് ആക്സസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് ഫ്ലിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ x2 x3 നമ്മൾ എക്സാമ്പിൾ കണ്ടു. അതുപോലെ പ്രൊജക്ഷൻ എന്താ? P0 x 0 Pmx എന്ന് പറയുന്നത് എന്താ? em xm വരെ ഉണ്ടാവും, ബാക്കിയെല്ലാം എന്തായാലും നൾ സ്പേസ് ആയിരിക്കും, മീൻസ് ബാക്കിയൊക്കെ 0 ആയിരിക്കും. സോ അതാണ് പ്രൊജക്ഷൻ. സോ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് ഒരു ഫ്ലിപ്പ് ഓപ്പറേറ്ററാണ്. ഫസ്റ്റ് ഇറ്റ് സ്വാപ്സ് 2 സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടേഴ്സ്, കീപ്സ് ദ അതേഴ്സ് ഫിക്സഡ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് യൂസ് ടു ഇൻ്റർചേഞ്ച് കോർഡിനേറ്റ്സ് ഇൻ Rn. ഇത് പറഞ്ഞത് പ്രൊജക്ഷനാണ്. സോ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ആർ യൂസ്ഫുൾ ഇൻ അനാലിസിസ് ആൻഡ് പ്രൂഫ് ഓഫ് സ്ട്രക്ചർ. സോ ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഡെഫിനിഷനിൽ